ഇടുക്കിയിൽ മുങ്ങിമരണങ്ങൾ വർദ്ധിക്കുന്നു. പുതുവർഷം പിറന്ന 1.5 മാസത്തിനുള്ളിൽ ഇതുവരെ 3 പേർ മുങ്ങി മരിച്ചു. വേണ്ടത്ര മുൻകരുതലുകൾ സ്വീകരിക്കാത്തതാണ് പല അപകടങ്ങൾക്കും കാരണം. ഇടുക്കിയിൽ ഒരു വർഷം ശരാശരി 40-ലധികം പേരാണ് വെള്ളത്തിൽ മുങ്ങി മരിക്കുന്നത്. പടുതാക്കുളങ്ങൾ, പുഴകൾ, ഡാമുകൾ എന്നിവയിൽ അകപ്പെട്ടാണ് കൂടുതൽ അപകടങ്ങളും സംഭവിക്കുന്നത്. ഈ വർഷം ഇതുവരെ 3 പേർ മുങ്ങി മരിച്ചു. തിങ്കളാഴ്ച രാജകുമാരി ഗ്രാമപഞ്ചായത്ത് അംഗം ജെയ്സൺ വർഗീസ്, സുഹൃത്ത് മൊളോക്കുടിയിൽ ബിജു എന്നിവർ ആനീറങ്കൽ ജലാശയത്തിൽ മുങ്ങിമരിച്ചതാണ് അവസാനത്തെ സംഭവമെന്ന് നാട്ടുകാർ പറയുന്നു. ഡാമുകളിലും അല്ലാത്ത സ്ഥലങ്ങളിലുള്ള മുങ്ങിമരണങ്ങൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ ദുരന്ത നിയമപ്രകാരം ഇത് മുന്നറിയിപ്പ് കൊടുത്ത് ജനങ്ങൾക്ക് ബോധവൽക്കരണം നൽകി ഇത് തടയേണ്ടത് അർജന്റ് കേസാണത്. വളരെ അത്യാവശ്യ കേസുകളാണ്. ഈ മുന്നറിയിപ്പില്ലാത്ത സ്ഥലങ്ങളിൽ ബോർഡുകൾ സ്ഥാപിച്ചുകൊണ്ട് മുന്നറിയിപ്പ് വെക്കുകയും ആളുകളെ ഡാമിൽ അല്ലെങ്കിൽ നീർച്ചാലുകളിൽ ഇറങ്ങാതെ രീതിയിലുള്ള സുരക്ഷിതമായ സംവിധാനം ഏർപ്പെടുത്തണമെന്ന് ജില്ലാ ഭരണാധികാരികളോട് നമ്മൾ ആവശ്യപ്പെടുകയാണ്. ഒരാഴ്ച മുൻപ് കുഞ്ചിത്തണ്ണിയിൽ മുതിരപ്പുഴയാറിൽ കുളിക്കാനിറങ്ങിയ കൊരങ്ങാട്ടി സ്വദേശി രാജേന്ദ്രൻ മുങ്ങി മരിച്ചിരുന്നു. കഴിഞ്ഞ ഡിസംബർ 21-ന് മുട്ടത്ത് 2 എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികൾ മുങ്ങി മരിച്ചു. അബദ്ധത്തിൽ വെള്ളത്തിൽ വീഴുന്നതോടൊപ്പം അശ്രദ്ധയും പല മരണങ്ങൾക്കും കാരണമാണ്. വിനോദസഞ്ചാരികൾ മുങ്ങി മരിച്ച ഒട്ടേറെ അപകടങ്ങളാണ് ജില്ലയിൽ ഉണ്ടായിട്ടുള്ളത്. ഡ്രൈവർമാരും റിസോർട്ട് അധികൃതരുമൊക്കെ മുന്നറിയിപ്പോ മുൻകരുതലോ ഇല്ലാതെ സഞ്ചാരികളെ പുഴയിലും ജലാശയങ്ങളിലും കുളിക്കാൻ വിടുന്നതും അപകടങ്ങൾക്ക് കാരണമാകുന്നു.